പ്രളയശേഷം ഒരു ജലകന്യക ചെയ്യുമ്പോൾ എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു പൊതുവെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡയറക്ടർ മനോജറിനാണെങ്കിലും എനിക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. ഒരു തീരെ കൺവെൻഷനലായിട്ട് ഒന്നും ചെയ്യണമെന്നില്ല. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൺസ്ട്രെയിനുകൾ ഉണ്ടായിരുന്നു. പോലെ നമുക്ക് ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റൊന്നുമില്ല, ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ബഡ്ജറ്റൊക്കെ തന്നെയാണ്. അത് വെച്ച് നമുക്ക് എന്താ പറയുക, ഒരു ഫീൽ അകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതായിരുന്നു ഉണ്ടായിരുന്ന ചാലഞ്ച്. ഒരു മഴ പുറത്ത് നടക്കുന്നുണ്ട് എപ്പോഴും, ആ ഫീൽ അകത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെ. അപ്പോൾ അത് ഉള്ള റിസോഴ്സുകൾ വെച്ച് വൃത്തിയായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ പുതിയതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്ക് തോന്നിയിട്ടില്ല, നമ്മൾ സിനിമയിൽ ഒന്നും അങ്ങനെ ഭയങ്കര പുതിയതായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും എല്ലാത്തിനെയും ഒന്ന് മാറ്റിമറിച്ച് പ്ലേസ് ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പലതും ഈ സിനിമയ്ക്കകത്തും ഒന്ന് മാറ്റിപ്പൊളിച്ച് ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. ഈ വളരെ സട്ടിലാണ്, ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. ഒരു വീടിനകത്ത് നടക്കുന്നതും കഥയാണ്. അതിൽ പ്ലമേന ആശയം ചെയ്തേക്കുന്ന ക്യാരക്ടർ പ്ലമേനയ്ക്ക് ഞങ്ങൾ ഒരിക്കലും ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല, ഒരു ഹൈലൈറ്റോ അങ്ങനത്തെ ഒരു സെപ്പറേഷൻ ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. അത് എപ്പോഴും പ്ലമേന ആ വീടിനോട് ചേർന്ന് നിൽക്കണം, അതിൽ അലിഞ്ഞു നിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ചില സട്ടിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി എന്നുള്ള ഭാഗമായിട്ട്.